ഹേ ഓൾ വെൽക്കം ബാക്ക് ടു ഹാക്ക് ഫയൽ. സോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് റിയാക്ട് റൗട്ടറാണ്. സോ റിയാക്ട് റൗട്ടർ ഒരു എക്സ്റ്റേണൽ ലൈബ്രറിയാണ്. നമ്മളത് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ റിയാക്റ്റിൽ ഡൈനാമിക് റൗട്ട്സിനും അതുപോലെ തന്നെ നാവിഗേഷനൊക്കെ വേണ്ടിയിട്ടാണ്. അതൊക്കെ എന്താണെന്ന് ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം. സോ അതിന് മുന്നേ നമ്മൾ ആൾറെഡി റിയാക്റ്റിൻ്റെ ബേസിക് കൺസെപ്റ്റ് ഒക്കെ കവർ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതിൽ നമ്മൾ റിയാക്റ്റിൻ്റെ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ് ഫുള്ളും കവർ ചെയ്തിട്ടുണ്ട്. സോ ഞാനിത് പറയാൻ കാരണം എന്താ വെച്ചാൽ കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു, ബ്രോ ബേസിക്സ് ഇത്രയേ ഉള്ളൂ, അതുപോലെ തന്നെ ബ്രോ എന്താ ഇടയ്ക്ക് നിർത്തി വെച്ച് പോയി എന്നൊക്കെയുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. സോ ആക്ച്വലി ഇത്രയേ ഉള്ളൂ. സോ മേ ബി നിങ്ങൾ മറ്റുള്ള ട്യൂട്ടോറിയലുകൾ നോക്കിയിട്ട് അല്ലെങ്കിൽ മറ്റുള്ള ട്യൂട്ടോറിയലിൽ നിങ്ങൾ ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ബേസിക് ആണെന്ന് കരുതിയിട്ട് കൺസ്യൂം ചെയ്ത് കാണാം. മേ ബി അതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ഈ ഒരു ഡൗട്ട് വന്നിട്ടുണ്ടാവുക. എനിവേ നോ പ്രോബ്ലം. എന്തായാലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ പറയണം. അതിപ്പോൾ പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും. എന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ കണ്ടൻസിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്ക് റിയാക്ട് റൗട്ടറിലോട്ട് പോകാം. സോ ഞാനിവിടെ വൈറ്റ് വെച്ചിട്ടൊരു സിമ്പിൾ റിയാക്ട് പ്രൊജക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ റിയാക്ട് റൗട്ടറിൻ്റെ ഡോക്യുമെൻറ്റേഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. സോ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് റിയാക്ട് റൗട്ടർ V7 ആണ്. സോ റിയാക്ട് റൗട്ടർ ഇപ്പോൾ ഫ്രെയിം വർക്ക് ആയിട്ടും ലൈബ്രറി ആയിട്ടൊക്കെ ഉണ്ട്. സോ ഇന്ന് നമ്മൾ ലൈബ്രറി ആയിട്ടാണ് പഠിക്കാൻ പോകുന്നത്. സോ റിയാക്ട് റൗട്ടർ V7 ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ നമുക്ക് മിനിമം വേർഷൻസ് റിക്വയർമെൻറ്റ് ഉണ്ട്. അതിലുള്ളതാണ് നോഡ് 20 വേണം, റിയാക്ട് 18 വേണം, അതുപോലെ തന്നെ റിയാക്ട് ഡോം 18 വേണം എന്നൊക്കെ പറയുന്നുണ്ട്. സോ ഇതെങ്ങനെ ചെക്ക് ചെയ്യുന്നത് ചോദിച്ചാൽ നമ്മൾ ആൾറെഡി നമ്മുടെ ബേസിക് കോഴ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ package.json ഉണ്ടാകും, അതിൽ നമ്മുടെ ഡിപ്പെൻഡൻസീസ് ഉണ്ടാകും. സോ നോക്കുന്ന സമയത്ത് നമ്മളത് 18 കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ നോഡ് വേർഷൻ നോക്കുന്ന സമയത്ത് അത് 20 ആണ്. സോ നിങ്ങളത് നോഡ് 20 അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ തന്നെ നോഡ് ഇൻസ്റ്റാളേഷൻ വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് കണ്ടിട്ട് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. സോ നമുക്കിത് റിയാക്ട് റൗട്ടർ ഇൻസ്റ്റാൾ ചെയ്യാം. പക്ഷേ അതിന് മുന്നേ നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ എന്തിനാണ് ഈ റിയാക്ട് റൗട്ടർ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാകും, റിയാക്ട് എന്ന് പറയുന്നത് ഒരു സിംഗിൾ പേജ് അപ്ലിക്കേഷനാണ്. സോ അതുകൊണ്ട് തന്നെ അതിലിപ്പോൾ എത്ര കമ്പോണൻസ് ഉണ്ടെങ്കിലും എത്ര പേജസ് ഉണ്ടെങ്കിലും എല്ലാം ഒരു സിംഗിൾ HTML പേജിലാണ് സെറ്റ് ചെയ്യുന്നത്, ഒരു സിംഗിൾ index.html പേജിലാണ് സെറ്റ് ചെയ്യുന്നത്. സോ അപ്പോൾ നമ്മുടെ നോർമൽ HTML CSS ഒക്കെ യൂസ് ചെയ്യുന്ന പോലെയുള്ള ഫയൽ ബേസ്ഡ് ആയിട്ടുള്ള റൗട്ടിങ് പറ്റത്തില്ല. ഫയൽ ബേസ്ഡ് റൗട്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഒരു നോർമൽ HTML CSS ഉള്ള ഒരു വെബ്സൈറ്റ് ആണെങ്കിൽ നിങ്ങൾ ഒരു about.html പോകണമെന്നുണ്ടെങ്കിൽ, ഒരു ഇതിമ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് about.html പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഒരു ഫയൽ ലൊക്കേഷനാണ് കൊടുക്കാറുള്ളത്. ഓക്കെ, മിക്ക സെർവേഴ്സിലൊക്കെ ഈ ഒരു സെറ്റപ്പാണ് വരാറുള്ളത്. ഇങ്ങനത്തെ ഇതിനെ പറയുന്നതാണ് ഫയൽ ബേസ്ഡ് റൗട്ടിംഗ് എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ റിയാക്റ്റിൻ്റെ കേസിൽ ഇത് പറ്റില്ല, കാരണം ഇതൊരു സിംഗിൾ പേജ് ആപ്ലിക്കേഷനാണ്, നിങ്ങൾക്കറിയാം. സോ ആ ഒരു കേസിൽ നാവിഗേഷനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു റിയാക്ട് റൗട്ടർ എന്ന് പറയുന്നത്. സോ നമുക്ക് റിയാക്റ്റിൽ എങ്ങനെ റൗട്ടിങ്ങും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാമെന്ന് നോക്കാം റിയാക്ട് റൗട്ടർ വെച്ചിട്ട്. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം റിയാക്ട് റൗട്ടർ ഇൻസ്റ്റാൾ ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു കമാൻഡ് കോപ്പി ചെയ്യുന്നുണ്ട്. സോ ഞാൻ വിചാരിക്കുന്നു നിങ്ങൾ ആൾറെഡി ഒരു റിയാക്ട് പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാകുമെന്ന്. നമ്മുടെ ബേസിക് കോഴ്സിൽ ഇതൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഈ ഒരു കമാൻഡ് കോപ്പി ചെയ്തിട്ട് ടെർമിനലിൽ പേസ്റ്റ് ചെയ്ത് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു റിയാക്ട് പ്രൊജക്റ്റ് ക്രിയേറ്റ് ആവുന്നതാണ്. സോ ഞാനിത് കോപ്പി ചെയ്ത് ടെർമിനലിലോട്ട് പോകുന്നു, ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു, എൻ്റർ അടിക്കുന്നു. ഓക്കെ, ഈ ഒരു സമയത്ത് ഇത് ഇൻസ്റ്റാൾ ആകും. സോ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട് ഇപ്പോൾ. സോ ഇത് ഇൻസ്റ്റാൾ ആയിട്ടുണ്ടോ എന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് package.json നോക്കി കഴിഞ്ഞാൽ ഇതിൽ കാണാൻ കഴിയും ഡിപ്പെൻഡൻസിയിൽ റിയാക്ട് റൗട്ടർ വേർഷൻ 7 എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. സോ നമുക്കറിയാം നമ്മൾ റിയാക്ട് റൗട്ടർ V7 ആണ് പഠിക്കാൻ പോകുന്നത്. റിയാക്ട് റൗട്ടർ വെച്ചിട്ട് പല സിൻറ്റാക്സിലും നമുക്ക് റൗട്ടർ സെറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു JSON ടൈപ്പിൽ ക്രിയേറ്റ് ബ്രൗസർ റൗട്ടർ യൂസ് ചെയ്തിട്ടാണ്. സോ ഈ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ആക്ച്വലി V7 വന്നതല്ല, V6 തന്നെ 6.4 വേർഷനിൽ വന്നിട്ടുണ്ട്. ബട്ട് V7 വന്ന സമയത്തും കുറച്ച് കൂടുതൽ ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട്. ബട്ട് ആ ഫീച്ചേഴ്സൊക്കെ കിട്ടണമെങ്കിൽ നമുക്കൊരു ഫ്ലാഗ് യൂസ് ചെയ്താലേ കിട്ടത്തുള്ളൂ. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ നിങ്ങൾ ബിഗിനർ ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. കാരണം നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ റിയാക്ട് റൗട്ടർ അറിയാതെ ഫസ്റ്റ് തന്നെ ഫ്ലാഗും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് കോംപ്ലിക്കേറ്റ് ആവുന്ന സമയത്ത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആകും. പിന്നെ അത് മാത്രമല്ല, ആ ഫ്ലാഗ്സ് ഒക്കെ യൂസ് ചെയ്ത് കിട്ടുന്ന ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ നിങ്ങൾക്ക് ഇപ്പോൾ അത് യൂസ് വരില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് റിയാക്റ്റിൻ്റെ അഡ്വാൻസ്ഡ് കോഴ്സ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഈ ഒരു സീരീസ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ അതും ചെയ്യാവുന്നതാണ്. ഓക്കെ, ഞാനിവിടെ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ കോൺസ്റ്റ് റൗട്ടർ എന്ന് പറഞ്ഞിട്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഒരു വേരിയബിൾ അസൈൻ ചെയ്ത് ഇതിലോട്ട് നമുക്ക് ക്രിയേറ്റ് ബ്രൗസർ റൗട്ടർ സെറ്റ് ചെയ്യണം. അടിച്ചതിന് ശേഷം എൻ്റർ അടിച്ചപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ഇമ്പോർട്ട് ആയിട്ടുണ്ട്. സോ ഇനി ബ്രേസ് ഓപ്പൺ ചെയ്ത് ഒരു അറേ ഓപ്പൺ ചെയ്ത് എന്നിട്ട് ഒരു ഒബ്ജക്റ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. സോ ഇതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ഓരോ പാത്തും കൊടുക്കേണ്ടത്. സോ ഇതിൻ്റെ കൂടെ കൺട്രോൾ സ്പേസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ കുറേ ഇത് കാണാൻ പറ്റും. സോ അതിൽ നമുക്ക് പാത്താണ് ഇപ്പോൾ വേണ്ടത്. സോ പാത്ത് എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കേണ്ടത് വെച്ചാൽ ഇപ്പോൾ ഞാനിവിടെ ഒരു ജസ്റ്റ് ഒരു ഇതാണ് ഇട്ട് കൊടുക്കുന്നത്. സോ ഇത് മീൻസ് ചെയ്യുന്നത് ഇൻഡെക്സിലോട്ടാണ് ഇത് ഫിക്സ് ചെയ്യുന്നത്. അതായത് നമ്മൾ ബ്രൗസർ, അതായത് നമ്മുടെ ആപ്പ് എടുത്ത് വരുന്ന ഫസ്റ്റ് പാർട്ട്. സോ ഇവിടെ എടുക്കുന്ന സമയത്ത് ഇവിടെ ഏത് കമ്പോണൻ്റാണ് ലോഡ് ചെയ്യേണ്ടത് എന്നാണ് നമ്മളവിടെ പറഞ്ഞു കൊടുക്കുന്നത്. സോ ഞാനിവിടെ ഈ റൗട്ട് എടുത്ത സമയത്ത് എനിക്ക് ഇവിടെ വേണ്ടതെന്ന് വെച്ചാൽ എലമെൻ്റ് എന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ
ഹോമാണ് കൊടുക്കുന്നത്. സോ നമുക്ക് ഇതെടുക്കുന്ന സമയത്ത് എപ്പോഴും ഹോം ആയിട്ടായിരിക്കും ഇത്, ഹോം പേജാണ് ഇത്. ഓക്കെ, സോ നമുക്ക് ഹോമാണ് വേണ്ടത്. സോ അതിന് വേണ്ടി ഞാനിവിടെ ഹോം കൊടുക്കുന്നുണ്ട്, ഹോം കമ്പോണൻറ്റ് കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കഴിയും, ഞാനിവിടെ ഒരു കമ്പോണൻസ് എന്നൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഹോം ഉണ്ട്, അതുപോലെ തന്നെ എബൌട്ട്, നോട്ട് ഫൗണ്ട് എന്നുള്ള കുറച്ച് കമ്പോണൻസ് ഉണ്ട്. സോ ഹോമിലോട്ട് വരികയാണെങ്കിൽ ജസ്റ്റ് ഒരു സിമ്പിൾ കമ്പോണൻ്റ് ആണ്. സോ അതിൽ പിന്നെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ലിങ്ക് ടാഗ് യൂസ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ടാഗ് ഫ്രം ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള റിയാക്ട് റൗട്ടർ എന്നാണെന്ന് ശ്രദ്ധിക്കുക. സോ എന്നിട്ട് ജസ്റ്റ് ഇതിൻ്റെ റൗട്ടും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ HTML ഒക്കെ ആണെങ്കിൽ നമ്മൾ ആങ്കർ ടാഗ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്, പക്ഷേ റിയാക്റ്റിലോട്ട് എത്തുന്ന സമയത്ത് ആങ്കർ ടാഗ് ഒന്നും യൂസ് ചെയ്യരുത്, ഈ ലിങ്ക് ടാഗ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. എബൌട്ടിലോട്ട് പോകുകയാണെങ്കിൽ ഒന്നുമില്ല, ജസ്റ്റ് ഒരു എബൌട്ടാണ്. സോ നോട്ട് ഫൗണ്ടിലോട്ട് പോകുന്ന സമയത്ത് ഒന്നുമില്ല, 404 നോട്ട് ഫൗണ്ട് എന്നതാണ്. ഈ ഒരു നോട്ട് ഫൗണ്ട് കമ്പോണൻറ്റ് നമ്മൾ എന്തിനാണ് ഉണ്ടാക്കിയതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ നമ്മളിവിടെ കുറേ പാത്ത്സ് കൊടുക്കുന്നുണ്ട്. സോ യൂസർ ഏതെങ്കിലും ഇതിൽ നമ്മൾ ഡിഫൈൻ ചെയ്യാത്ത പാത്തിലോട്ട് പോകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഈ നോട്ട് ഫൗണ്ട് കമ്പോണൻറ്റ് റണ്ടർ ആകും, അതിന് വേണ്ടിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. സോ നമുക്ക് ഇനി അടുത്തൊരു പാത്ത് ഡിഫൈൻ ചെയ്യണമെന്ന് വെച്ചാൽ പാത്ത് ഈസ് എന്ന് പറഞ്ഞിട്ട് എബൌട്ടാണ് കൊടുക്കേണ്ടത്. ഓക്കെ, അതുപോലെ തന്നെ വീണ്ടും ഈ ഒരു സാധനം ഞാൻ നേരെ കോപ്പി ചെയ്യുന്നു. സോ ഇവിടെ കൊടുക്കുകയാണെന്ന് വെച്ചാൽ ജസ്റ്റ് സ്റ്റാറാണ് ഞാൻ ഇടാൻ പോകുന്നത്. സോ സ്റ്റാർ ഇട്ട് ഈ ഒരു കമ്പോണ്ടിലോട്ട് ആരെങ്കിലും വരികയാണെങ്കിൽ എന്താണ് അവർ നോട്ട് ഫൗണ്ടിലോട്ടായിരിക്കും റീഡയറക്റ്റ് ആവുന്നത്. സോ ഇവിടെ നമ്മൾ ഹോം എബൌട്ട് ഇമ്പോർട്ട് ചെയ്തിട്ടില്ല. സോ അത് ഇമ്പോർട്ട് ചെയ്യണം, അതിന് വേണ്ടി ഒരു കൺട്രോൾ സ്പേസ് കൊടുത്താൽ വരും സജഷൻസ്. പക്ഷേ ഇവിടെ വരുന്നില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു സാധനം ഇവിടെ ഓപ്പൺ ആക്കിയിടണം, എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു സജഷൻസ് ഇവിടെ വരുള്ളൂ. ഞാനത് രണ്ടും ഓപ്പൺ ആക്കിയിട്ട് ഇനി കൺട്രോൾ സ്പേസ് കൊടുക്കുന്ന സമയത്ത് ഇവിടെ സജഷൻ വരുന്നുണ്ട്. സോ ഞാനത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അത് ഇമ്പോർട്ട് ആകുന്നുണ്ട്. ഓക്കെ, സോ നമ്മൾ ഇപ്പോൾ ഒരു വേരിയബിൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പക്ഷേ ഈ വേരിയബിൾ നമ്മൾ എവിടെ യൂസ് ചെയ്യുന്നില്ല. സോ അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ ഈ ഒരു app.js റിട്ടേൺ ചെയ്യേണ്ടത് ഒരു റൗട്ടർ പ്രൊവൈഡറിനെയാണ് റിട്ടേൺ ചെയ്യേണ്ടത്. സോ ഇതൊരു കമ്പോണൻ്റ് ആണ്. സോ ഇതിലോട്ട് നമ്മൾ പ്രോപ്സ് ആയിട്ട് എന്താണ് റൗട്ടർ പാസ് ചെയ്യണം. ഓക്കെ, സോ നമ്മൾ പാസ് ചെയ്തിട്ടുണ്ട്. സോ ഇനി നമുക്ക് നമ്മുടെ ആപ്പ് ഒന്ന് എടുത്ത് നോക്കാം. സോ അതിന് വേണ്ടിയിട്ട് റൺ ചെയ്യണം ആക്ച്വലി. സോ npm run dev എന്ന് കൊടുത്തിട്ടുണ്ട്. റീഫ്രഷ് ചെയ്ത സമയത്ത് നമ്മുടെ ആപ്പ് വന്നിട്ടുണ്ട്. സോ നമ്മൾ റൗട്ടിൽ കൊടുത്ത പോലെ തന്നെ ഇൻഡെക്സിൽ എന്താണ് ഹോം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഹോം റണ്ടർ ആയപ്പോൾ ഗോ ടു എബൌട്ട് എന്നുണ്ട്. സോ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. സോ അത് ക്ലിക്ക് ചെയ്തപ്പോൾ /about എന്നിവിടെ മാറി, ആൻഡ് കമ്പോണൻറ്റ് മാറിയിട്ടുണ്ട്. നമ്മളിവിടെ കൊടുത്ത കമ്പോണൻറ്റ് തന്നെയാണ് പോയിട്ടുള്ളത്, കണ്ടോ. അതുപോലെ തന്നെ നമുക്ക് ഇല്ലാത്ത ഏതെങ്കിലോട്ടൊക്കെ പോകാം, ഹാക്ക് ഫയൽസ് എന്നൊരു പാത്തിലോട്ട് പോയി നോക്കാം. ഓക്കെ, സോ ഗൈസ് അപ്പോൾ കണ്ടോ 404 നോട്ട് ഫൗണ്ട് എന്നുള്ളൊരു ഇതിലോട്ട് പോയി. ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പാത്തിലില്ലാത്ത ഇതിലോട്ട് പോയപ്പോൾ 404 ഇതിലോട്ട് പോയിട്ടുണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യുന്നുള്ളൂ. സോ ഇനി നമുക്ക് ഡൈനാമിക് റൗട്ട്സും അതുപോലെ തന്നെ നെക്സ്റ്റ് റൗട്ട്സും ഈ കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. സോ ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യേണ്ടത് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്, എങ്ങനെ റൗട്ടർ സെറ്റ് ചെയ്യണം എന്നുള്ളതൊക്കെ. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാകും. സോ നിങ്ങൾ ഇനി ഒന്ന് റിയാക്ട് റൗട്ടറിൻ്റെ ഡോക്യുമെൻറ്റേഷൻ ഒന്ന് ജസ്റ്റ് നോക്കുക, ഐഡിയ കിട്ടുമെന്ന് അറിയില്ല. ലൈക്ക് ഞാൻ പറഞ്ഞ് ഇത് 2 രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ വേറൊരു വേയും കൂടി ഉണ്ട്, അത് നിങ്ങൾക്ക് ഡോക്യുമെൻറ്റേഷനിൽ നോക്കിയാൽ കാണാൻ കഴിയും. സോ ഇവിടെ കണ്ടോ, ഇവിടെ ഒരു വേറെ രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ഇത് കുറച്ച് ഓൾഡ് വേർഷനാണ്. സോ ഇപ്പോഴൊക്കെ എല്ലാവരും ഇതാണ് യൂസ് ചെയ്യുന്നത്. സോ ഇത് 6.4 റിലീസ് ചെയ്തതാണ്. ഇത്രയും കാര്യങ്ങളുള്ളൂ. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടോ എന്ന് അറിയില്ല. സോ എന്തായാലും നിങ്ങൾ വീഡിയോയുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക, അത് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും. അതുപോലെ തന്നെ വീഡിയോ ഇതുവരെ ലൈക്ക് അടിച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക.